താറാവ് കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ മന്ത്രിയോട് ചോദിച്ചത്. ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കകം തന്നെ ചർച്ച നടത്തും എന്നുള്ളത് റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരുടെയും പേരെനിക്കറിയില്ല, വിശ്വനാഥൻ ചേട്ടൻ അടക്കമുള്ളവരൊക്കെയാണ് സമരത്തിലുള്ളതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആലപ്പുഴയിലെ താറാവ് കർഷകർക്കായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ മന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചത്. ഒരാഴ്ചയ്ക്കകം ചർച്ചയുണ്ടാകും. ഒപ്പം ഒരു ഉപജീവന പാക്കേജ് കേന്ദ്ര സഹായം കൂടി കിട്ടിയതിനു ശേഷം നൽകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. കള്ളിങ്ങിന്റെ തുക അത് എത്രയും പെട്ടെന്ന് തന്നു തീർക്കാനായി ശ്രമിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുജയ, അനഘ, അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഞാൻ അവര് തത്സമയം പ്രതികരിക്കുന്നുണ്ട് എന്ന് കരുതിയാണ് അവരോടായിട്ടാണ് ചോദിച്ചത്. ഇപ്പോൾ മന്ത്രി ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അനഘ. ഓക്കെ, അതെ, കർഷകർക്കും ചില കാര്യങ്ങൾ മന്ത്രിയോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളാം മാഡം. ഞങ്ങൾ ഈ ഐക്യ താറാവ് കർഷക സംഘവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ്. ഞങ്ങൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റിപ്പോർട്ടർ ടിവിയുടെ ആളുകൾ ഞങ്ങളെ കാണുന്നതും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ പ്രസിഡന്റാണ്. പേര് രാജശേഖരൻ എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, 2014 ആദ്യമായി ഈ പക്ഷിപ്പനി ഡിറ്റക്ട് ചെയ്തത്. 2014 ശേഷം 10 വർഷമായി നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ, കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഈ പക്ഷിപ്പനി ഇങ്ങനെ വരുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, 2014 പക്ഷിപ്പനി ഉണ്ടായതിനു ശേഷം പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഭോപ്പാലിൽ അയച്ച് ഇത് കൺഫേം ചെയ്യുന്ന ഒരു സംവിധാനം വലിയ അപകടമുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പക്ഷിപ്പനി ബാധിച്ച് ഏതാണ്ട് ഒരാഴ്ച 1.5 ആഴ്ച കഴിയുമ്പോഴാണ് കർഷകർ ഈ വിഷയം വെളിയിലോട്ട് പറയുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇത് മഞ്ഞാടിയിലെ തിരുവല്ലായിൽ ഇത് പരിശോധിച്ചതിന് ശേഷം ആ പരിശോധന ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ഭോപ്പാലിലേക്ക് അയക്കുന്നത്. അവിടെയും 10 ദിവസം മുതൽ 14 ദിവസം വരെ സമയമെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായി പക്ഷിപ്പനി കണ്ടെത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 20-25 ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷിപ്പനിയാണ് എന്ന് നമ്മുടെ ഭോപ്പാലിലെ ലാബ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പൊ അതുവരെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഈ മേഖലയിലുള്ള തൊഴിലാളികളും അതിന്റെ വേണ്ടപ്പെട്ടവരും ഈ പക്ഷികളുമായി സഹവസിക്കുന്നുണ്ട്. എന്നിട്ട് നാളിതുവരെയായി 10 വർഷമായി ഒരിക്കൽ പോലും മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ല. ഈ ആശങ്ക കൂടി മന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. താറാവ് കർഷകരുടെ ഏകോപന സമിതിയുടെ പ്രതിനിധി രാജശേഖരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക്, കോഴി കർഷകർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, ഈ താറാവ് കോഴി വളർത്തൽ, അതിൽ പക്ഷിപ്പനി മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അതിനുള്ള ഒരു ഉപജീവനത്തിനായുള്ള ഒരു പാക്കേജ്, അത് കേന്ദ്രവുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തി കഴിഞ്ഞുവെന്ന് മന്ത്രി ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം കർഷകരുടെ ആവശ്യം അവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നതാണ്. അതും ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ താറാവ് കർഷകരെ കേൾക്കാൻ മന്ത്രി ജെ ചിഞ്ചുറാണി, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തയ്യാറാണ്. ഒരാഴ്ചയ്ക്കകം ആ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് റിപ്പോർട്ടറിലൂടെ മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒപ്പം കള്ളിങ്ങിന്റെ തുക അടുത്ത വാരം തന്നെ നൽകാനുള്ള നടപടികളിലേക്ക് കടക്കും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക കൂടി വാങ്ങിയെടുക്കുമെന്ന ഉറപ്പും മന്ത്രി നൽകുന്നുണ്ട്. മന്ത്രിയുടെ ആ ഉറപ്പിൽ നമ്മൾ വിശ്വാസമർപ്പിക്കുന്നു. മന്ത്രിയുമായുള്ള കർഷകരുടെ ചർച്ച നടക്കുന്നതുവരെ, പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ അവർക്കൊപ്പം, ആലപ്പുഴയിലെ താറാവ് കർഷകർക്കൊപ്പം റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ടാകും.